24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPM സമ്മേളനങ്ങൾ നാളെ തുടങ്ങാനിരിക്കെ പിണറായിയുടെ ഒരു ചിറകുകൂടി അരിഞ്ഞുമാറ്റി MV ഗോവിന്ദനും കൂട്ടരും. CPMലെ പിണറായി യുഗത്തിന് അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ പാർട്ടിയിൽ ഒരു വിഭാഗം കരുക്കൾ നീക്കുമ്പോൾ തന്നെയാണ് ഇത്തവണത്തെ പാർട്ടി സമ്മേളനം ആരംഭിക്കുന്നത്. ബ്രാഞ്ച് സമ്മേളനം മുതൽ ഫെബ്രുവരിയിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം വരെയും പിണറായിക്കും സംസ്ഥാന സർക്കാരിനും അടക്കമെതിരെ രൂക്ഷ വിമർശനങ്ങളാകും ഉയരുക. PK ശശിക്ക് പിന്നാലെ EP ജയരാജനും പാർട്ടിയിൽ അപ്രഖ്യാപിത നടപടിക്ക് വിധേയരാകുമ്പോൾ പിണറായിയുടെ വിശ്വസ്തരെ ഓരോരുത്തരെയായി ഒതുക്കുന്നതിലൂടെ പാർട്ടി അണികളിൽ പിണറായി ദുർബലനാകുന്നുവെന്ന സന്ദേശമെത്തിക്കുകയാണ് ലക്ഷ്യം. പിണറായിയുടെ വിശ്വസ്തർ കയ്യാളിയിരുന്ന സ്ഥാനങ്ങളിലൊക്കെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് സ്വീകാര്യരായവർ പ്രതിഷ്ഠിക്കപ്പെടുന്നതും കാണാനാകും. ഓരോ ജില്ലയിലും പിണറായിയുടെ കൂട്ടാളികളെ ഒപ്പം ചേർത്തോ അല്ലാത്ത പക്ഷം മറ്റൊരാളെ ഉയർത്തിക്കൊണ്ടുവന്നോ പാർട്ടി കൈപ്പിടിയിലാക്കാനുള്ള നീക്കമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഗോവിന്ദനും കൂട്ടരും നടപ്പാക്കുന്നത്. ബ്രാഞ്ച് സമ്മേളനം മുതൽ തന്നെ പിണറായിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ വിമർശനമുയർത്താനാണ് ഈ കൂട്ടരുടെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന്റെ തുടർച്ചയെന്നോണമാകും ഫെബ്രുവരിയിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം വരെയും ചർച്ചകൾ ഉണ്ടാകേണ്ടതെന്നാണ് MV ഗോവിന്ദനും സംഘവും ലക്ഷ്യം വെക്കുന്നത്. പാർട്ടിയിൽ തന്റെ നിയന്ത്രണം കുറഞ്ഞു വരുന്നതായി ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ പിണറായിക്കും ബോധ്യമായതായാണ് സൂചന. സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സംസ്ഥാന സർക്കാരിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യമടക്കം ഉയരാനാണ് സാധ്യത. എന്നാൽ സാമുദായിക സമവാക്യം പരിഗണിച്ച് പിണറായിക്കെതിരായ അമ്പുകൾ മുഹമ്മദ് റിയാസിനേക്കാതെ നോക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. പിണറായി അശക്തനാകുമ്പോൾ റിയാസിന്റെ സ്വാധീനം ഇടിയുമെന്നും എന്നാൽ പരസ്യമായി റിയാസിനെ എതിർത്താൽ ന്യൂനപക്ഷ വോട്ടുകളെ ബാധിക്കുമെന്നുമാണ് വിലയിരുത്തൽ. എന്തു തന്നെയായാലും സംസ്ഥാന മന്ത്രിസഭയിലെ പകുതിയിലധികം മന്ത്രിമാരെ ഒപ്പം കൂട്ടിയുള്ള ഗോവിന്ദന്റെ പോരാട്ടം വിജയം കാണുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.